أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأخذناه وجنوده فنبذناهم في اليم فانظر كيف كان عاقبة الظالمين. وجعلناهم أئمة يدعون إلى النار ويوم القيامة لا ينصرون. وأتبعناهم في هذه الدنيا لعنة ويوم القيامة هم من المقبوحين. ولقد آتينا موسى الكتاب من بعد ما أهلكنا القرون الأولى بصائر للناس وهدى ورحمة لعلهم يتذكرون. മൂസാ നബി അലൈഹി സ്വലാമയുടെ ചരിത്ര വിവരണം കൊണ്ടാണ് ഈ സൂറത്ത് ആരംഭിക്കുന്നത് തന്നെ. ഖസസ്, കഥ പറയൽ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ച സൂറത്തിൽ മൂസാ നബിയാണ് പരാമർശ വിഷയം. ഇനി തുടർന്നും അത് തന്നെയാണ്. വേറെ കാര്യമായിട്ടുള്ള കഥകളൊന്നും ഇതിൽ വന്നിട്ടില്ല. ഏകദേശം സൂറത്തു യൂസുഫ് പോലെ തന്നെയാണ്. എന്നാൽ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റേത് കുറേ കൂടി പൂർണ്ണമായിട്ട് ആ സൂറത്തിലുണ്ട്. ഇതിൽ അത്രയും പൂർണ്ണമായിട്ടില്ലെങ്കിലും ഏകദേശമൊക്കെ അള്ളാഹു വിവരിച്ചു തന്ന കാര്യങ്ങൾ ഈ സൂറത്തിലുണ്ട്. ഖസസിൽ അവിടെ പറഞ്ഞു വെച്ചത് പിന്നെ മൂസാ നബി അലൈഹി സ്വലാമും ഹാറൂനും കൂടി ഫിറഔൻ്റെ അടുക്കൽ ചെന്നതും, എന്നിട്ട് മൂസാ നബി ഫിറഔൻ നിങ്ങളല്ലാതെ ഞാനല്ലാതെ നിങ്ങൾക്കൊരു ഇലാഹുള്ളതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടല്ലോ എന്ന് പറഞ്ഞ് മൂസാ നബി അലൈഹിസ്സലാം പറയുന്ന ഇലാഹിനെ ആക്രമിക്കാൻ വേണ്ടി ഭൂമിയിലെ ഇലാഹ് എന്ന് ചമഞ്ഞിരുന്ന ആള് ഹാമാനോട്, തൻ്റെ മന്ത്രിയായ ഹാമാനോട് ഒരു സൗധമുണ്ടാക്കി തരാൻ പറഞ്ഞതാണ് കഴിഞ്ഞ ആയത്ത്. അതാണ് ഖാല ഫിറഔൻ യാ അയ്യുഹൽ മലഉ മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈറു. ഫിറഔന് പറഞ്ഞു. നമ്മളിതിൻ്റെ ആയത്തിൻ്റെ വളരെ വിശദമായ അർത്ഥങ്ങളൊന്നും അല്ലെങ്കിലും ഓതുമ്പോൾ മൊത്തം ഇതിൻ്റെ ഒരു ആശയം നമുക്ക് കിട്ടണം. അതിന് അങ്ങനെ പഠിക്കണം. ഇപ്പം അങ്ങനെ പദാനുപദം കുട്ടികൾ പഠിക്കുന്ന മാതിരി അതിൻ്റെ ഫെയിലും ഫായിലും അതിൻ്റെ ഓരോ വാക്കുകളുടെയും നിഷ്പത്തിയൊന്നും കിട്ടൂലെങ്കിലും കുറേ പഠിക്കുമ്പോൾ ഒരു ഇത് കിട്ടുമല്ലോ. ഇന്നിപ്പോൾ ഈ സൂറത്തിൻ്റെ തുടക്കമാണ് ഇന്ന് മഗ്‌രിബിന് നമ്മുടെ ഇമാമ് ഓതിയത്. അപ്പോൾ ഇത് മൂസാ നബിയെ പറ്റിയാണെന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടുമല്ലോ. മൂസാ നബിയുടെ ഉമ്മ ആ കുട്ടിയെ ചെറുപ്പത്തിലെ പെട്ടിയിലാക്കി കടലിലെറിഞ്ഞ സംഭവം കൊണ്ട് ആരംഭിക്കുകയാണ് സൂറത്തു ഖസസാണ് എന്നുള്ളൊരു ധാരണ അത് ഓതി കേൾക്കുമ്പോൾ നമുക്ക് കിട്ടണം. അതാണ് ഈ പഠിച്ചാൽ അത് നമ്മൾ ഒന്നുകൂടി ഇവിടെ നിന്ന് കേട്ട് കഴിഞ്ഞ് വീട്ടിലൊന്ന് ചെന്നാൽ ഒന്ന് വായിച്ചാൽ ഒരു ധാരണ കിട്ടും. അപ്പം അതാണ് മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി, ഞാനല്ലാതെ ഒരു ഇലാഹ് എനിക്ക് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഫഉഖിദ് ലി യാ ഹാമാൻ എന്ന് പറഞ്ഞാൽ മൂസാ നബി ഫിറഔനിൻ്റെ ഒരു വസീറാണ്, മന്ത്രിയാണ്. ഹാമാൻ എനിക്ക് നീ കത്തിച്ചു കൊണ്ടോ, അലത്തീൻ കളിമണ്ണിന്മേൽ നീ കത്തിച്ച് കൊണ്ടോ എന്ന് പറഞ്ഞാൽ കളിമണ്ണ് ചൂടാക്കിക്കൊണ്ടോ, കളിമണ്ണിൻ്റെ കട്ടയുണ്ടാക്കിക്കൊണ്ടോ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നിട്ട് ഫജഅല്ലി സിർഹൻ, അതുകൊണ്ട് ആ കളിമണ്ണ് കത്തിച്ച്
അതുകൊണ്ട് എനിക്കൊരു കൊട്ടാരം ഉണ്ടാക്കി തരണം. സർഹ് എന്ന് പറഞ്ഞാൽ ഒരു സൗധം, കെട്ടിപ്പടുത്ത് ഉയരത്തിലേക്ക് പൊങ്ങിയ വസ്തുവിനാണ് സർഹ് എന്ന് പറയാം. ലഅല്ലി അത്തലിയു ഇലാ ഇലാഹി മൂസ, മൂസായുടെ ഇലാഹിനെ ഞാനൊന്ന് എത്തി നോക്കട്ടെ. മുകളിലാണ് മൂസാൻ്റെ ഇലാഹ് എന്ന് പറഞ്ഞല്ലോ, എന്നാൽ ഞാനൊന്ന് നോക്കട്ടെ. ഒരു ഉയരത്തിലൊരു കെട്ടിടം ഉണ്ടാക്കി കൊണ്ടുപോവുക. ഇന്നി ല അളുന്നുഹു മിനൽ കാദിബീൻ, അവൻ കളവ് പറയുന്നതായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. വസ്തക്ബറ ഹുവ വജുനൂദുഹു ഫിൽ അർളി, അവനും അവൻ്റെ സൈന്യങ്ങളും ഭൂമിയിൽ അഹങ്കരിച്ചു. ബിഗൈരിൽ ഹഖി, അന്യായമായി, ഹക്ക് കൂടാതെ അന്യായമായി അഹങ്കരിച്ചു. അഹങ്കരിക്കാനുള്ള ഒരു ന്യായം അവനുണ്ടായിരുന്നില്ല. പിന്നെ വളന്നു അന്നഹും ഇലൈന ലാ യുർജഊൻ, അവരൊന്നും നമ്മുടെ അടുക്കലേക്ക് മടക്കപ്പെടുകയില്ല എന്നവർ വിചാരിച്ചു പോയി. അപ്പോൾ ഇതിൽ അവർ പാപ്പികളായ ആളുകളുടെ ഒരു ചിന്ത, പടച്ചവൻ്റെ അടുക്കലേക്ക് മടക്കപ്പെടും, എന്നിട്ട് നമ്മൾ അതിനെ ചോദ്യം ചെയ്യപ്പെടും എന്ന വിചാരം നഷ്ടപ്പെട്ടു പോയി. ആ വിചാരം സജീവമായി നമുക്കുണ്ടെങ്കിലാണ് നമ്മുടെ ജീവിതത്തിന് നിയന്ത്രണം കിട്ടുക. പരലോകബോധം എപ്പോഴും അള്ളാഹുവിങ്കലേക്ക് എന്നെ മടക്കപ്പെടും, ഏത് നിമിഷവും ഞാൻ തിരിച്ചു പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് വഴിപഴച്ചുകൂടാ, പശ്ചാത്തപിച്ച് കൊണ്ട് ജീവിതത്തിൽ നല്ലത് ചെയ്യണം. എപ്പോൾ മടക്കപ്പെട്ടാലും അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കാനുള്ള താക്കത്ത് കിട്ടണമെങ്കിൽ ഞാൻ നല്ല നിലയ്ക്ക് ജീവിക്കണം എന്ന ഒരു ബോധം നമുക്കുണ്ടാവും, അഹങ്കാരമില്ലെങ്കിൽ. അതാണ്. എന്നിട്ട് എന്താ ചെയ്തത്? ഫ അഖദ്നാഹു വ ജുനൂദഹു, അഖദ്നാഹു, അവനെ നാം, അഖദ എന്ന് പറഞ്ഞാൽ പിടിച്ചു, ഇവിടെ പിടികൂടി, പിടിച്ചു എന്ന് പറഞ്ഞാൽ അവന് നാം പിടികൂടി. വ ജുനൂദഹു, അവൻ്റെ സൈന്യങ്ങളെയും പിടികൂടി. ജുന്തുൻ എന്ന് പറഞ്ഞാൽ സൈനികൻ എന്നാണ്. ജുനൂദ് സൈനികന്മാർ, സൈന്യങ്ങൾ. ജുന്തിയ് എന്നാണ് പട്ടാളത്തിന് പറയാം, ജുന്തിയ് എന്നാണ്. അപ്പോൾ ഫഅഖദ്നാഹു വ ജുനൂദഹു, അവനെയും അവൻ്റെ പട്ടാളക്കാരെയും നാം പിടികൂടി. ഫനബദ്നാഹും ഫിൽ യമ്മി, അവരെ നാം കടലിലേക്ക് വലിച്ചെറിഞ്ഞു എന്നാണ്. യമ്മ് എന്ന് പറഞ്ഞാൽ ബഹർ എന്നാണ്, അതായത് ആഴത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തിനാണ് യമ്മ് എന്ന് പറയാം, ആഴത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിന്. അപ്പോൾ സമുദ്രത്തിൻ്റെ ആഴമുള്ള സ്ഥലത്തെയാണ് യമ്മ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നബദ എന്ന് പറഞ്ഞാൽ എറിഞ്ഞു. നബദ്നാഹും ഫിൽ യമ്മി, ആഴക്കടലിലേക്ക് അവന് ഞാൻ എടുത്തെറിഞ്ഞു എന്നാണ്. അള്ളാഹു താല എടുത്തെറിഞ്ഞു എന്ന് പറഞ്ഞാൽ മൂസാ നബിയെ പിന്തുടർന്നു, മൂസാ നബിക്ക് കടൽ പിളർത്തി കൊടുത്തു, എന്നിട്ട് നല്ല ഉണങ്ങിയ വഴി ഉണ്ടാക്കി കൊടുത്തു. അതിൽ കൂടി മൂസാ നബി അലൈഹി സ്വലാം കടന്നപ്പോൾ ഫിറഔനും അതിൽ കൂടി അങ്ങനെ കടന്ന് ആഴത്തിൽ, നല്ല ആഴമുള്ള സ്ഥലത്ത് എത്തിയപ്പോൾ അവനെ വെള്ളം മൂടി അള്ള കൊന്നു. അതിനൊരു ആലങ്കാരിക പ്രയോഗമായിട്ട് അള്ള അവനെ ആഴക്കടലിലേക്ക് എടുത്തെറിഞ്ഞു. ഫഅഖദ്നാഹു ഫനബദ്നാഹും ഫിൽ യമ്മി, അവനെയും അവൻ്റെ സൈന്യങ്ങളെയും നാം പിടികൂടി. നബദ്നാഹും ഫിൽ യമ്മി, ആഴക്കടലിലേക്ക് അവരെ നാം വലിച്ചെറിഞ്ഞു. ഫൻളുർ, നീ നോക്കണം, കൈഫ കാന ആഖിബത്തുൽ ളാലിമീൻ, ളാലിമീങ്ങളുടെ ആഖിബത്ത് എങ്ങനെയായിരുന്നു എന്ന്. ഒരായത്താണ് ഓതുമ്പോൾ നമുക്ക് ആ ആയത്തിൽ മലയാളത്തിൽ നമ്മൾ പറയുന്നൊരു വാക്കില്ലാതിരിക്കില്ല. ഖുറാൻ്റെ ആയത്ത് അത്രയും എളുപ്പത്തിൽ നമുക്ക് ഓതാൻ കഴിയും, പഠിക്കാൻ കഴിയും. ഒരു മലയാളം ഇല്ലാത്തൊരു വാക്കും ഉണ്ടാവില്ല. ളാലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ അക്രമികളാണ്. കൈഫ കാന ആഖിബത്തുൽ ളാലിമീൻ, ളാലിമീങ്ങളുടെ ആഖിബത്ത്, പരിണിതി, അന്ത്യഫലം, പരിണിതി. അവൻ്റെ ആഖിബത്ത് നന്നായി കിട്ടുക എന്ന് പറയാലോ, അവൻ്റെ അവസാനത്തെ പരിണിതി, അക്രമികളായ ആളുകളുടെ പരിണിതി എന്തായിരുന്നു എന്ന് നീ നോക്കണം. അപ്പോൾ അക്രമം ചെയ്യുന്നവർക്ക് ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും അവസാനം പരിണിതി. ഫിറഔനെയും കൂട്ടരെയും കടലിൽ വലിച്ചെറിഞ്ഞു. അതുപോലെ നാശത്തിലേക്ക് അല്ലാഹു തആല അക്രമം പരിധി വിട്ടാൽ തൗബൻ്റെ സമയവും കഴിഞ്ഞ് വീണ്ടും ആക്രമിക്കുകയാണെങ്കിൽ അല്ലാഹു തആല ശിക്ഷിക്കും. അത് ഇതുപോലെയുള്ള സന്ദർഭത്തിൽ കൂടിയാവാം, അതല്ലെങ്കിൽ വേറെ നിലക്കാവാം. ഏതായിരുന്നാലും അക്രമം ചെയ്യുമ്പോഴേക്ക് അള്ളാഹു ശിക്ഷിക്കൂല. കാരണം അവൻ റഹ്മാനുർ റഹീമാണ്. തൗബക്കുള്ള അവസരം അള്ളാഹു അവന് നീട്ടിക്കൊടുക്കും. ആ നീട്ടിക്കൊടുത്തിട്ട്
ആ തൗബയും അവൻ ചെയ്യാതെ വീണ്ടും അക്രമത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ എല്ലാ അക്രമികളുടെയും ആഖിബത്ത്, അതായത് പരിണിതി, അവരുടെ അന്ത്യഫലം അത് ഇങ്ങനെയുള്ള ശിക്ഷയായിരിക്കും. എന്നിട്ട് വജഅൽനാഹും, അവർ അക്രമികളുടെ പരിണിതി എന്താണെന്ന് നോക്കാൻ പറഞ്ഞു എന്ന് മാത്രമല്ല, അവരെ ലോകത്തുള്ള എല്ലാ കാലത്തും പ്രവാചകന്മാരിലും വിശ്വാസികളാലും ശപിക്കപ്പെടുന്ന തോന്നിവാസികളുടെ നേതാക്കന്മാരാക്കി മാറ്റിയെന്ന്. അതാണ് ഏറ്റവും വലിയ അപകടം. അതാണ് വജഅൽനാഹും അഇമ്മത്തൻ, അവരെ നാം ഇമാമുകളാക്കി. അഇമ്മത്ത് എന്ന് പറഞ്ഞാൽ ഇമാമ്, മുന്നിൽ നടക്കുന്നവരാക്കി. യദ്ഊന ഇലന്നാർ, അവർ നരകത്തിലേക്ക് ജനങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ജനങ്ങളെ നരകത്തിലേക്ക് വിളിക്കുന്ന ഇമാമിങ്ങളാക്കി. ഇമാമ് എന്ന് പറഞ്ഞാൽ പിന്തുടരപ്പെടുന്നവൻ ആണല്ലോ. അപ്പോൾ ഇമ്മത്ത് എന്നുള്ളതിന് നല്ല അർത്ഥമുണ്ട്, നന്മയുടെ ഇമാമുകൾ എന്നർത്ഥമുണ്ട്, തിന്മയുടെ ഇമാമുകൾ എന്നും അർത്ഥമുണ്ട്. നന്മയുടെ ഇമാമുകളായി നമ്മൾ ജീവിച്ചാൽ എന്തെങ്കിലും ഒരു ചെറിയ നന്മ നമ്മൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയോ ചെയ്തു കൊടുക്കുകയോ ചെയ്താൽ അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്തോളം അതിൻ്റെ പ്രതിഫലം അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. എന്ത് നന്മയാണെങ്കിലും ഒരു നല്ലത് പഠിപ്പിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു നല്ല മാതൃക, ഒന്നും മിണ്ടാതെ തന്നെ നല്ലൊരു മാതൃക കാണിച്ച് നമ്മളെ കണ്ട് നല്ലൊരു മാതൃകയിൽ മറ്റൊരാൾ ജീവിച്ചാൽ, അല്ലെങ്കിൽ നല്ല എന്തെങ്കിലും ഒരു കാര്യം, ഒരാളെ വല്ലതും വല്ല വെള്ളം കൊടുത്തു, കിണറുണ്ടാക്കി കൊടുത്തു, പള്ളി ഉണ്ടാക്കി കൊടുത്തു, ഇതൊക്കെ ഇപ്പോൾ നമ്മളെല്ലാവരും പല നിലക്കും സഹായിച്ചതാണല്ലോ. ഇതിൽ നമസ്കരിക്കുന്ന ആളുകളുടെ ആ പ്രതിഫലം നമ്മളതിൻ്റെ മുന്നിൽ നമുക്ക് കിട്ടും. അപ്പം അതാണ് അയിമ്മത്ത്. നന്മ ചെയ്തു കൊടുത്താൽ നന്മയുടെ ഇമാമുകളായി അവർ മാറും. തിന്മ നമ്മൾ ചെയ്താലോ, നാട്ടിലൊരു തോന്നിവാസത്തിന് നമ്മൾ തുടക്കം കുറിച്ചാൽ അയിമ്മത്തുൻ യദ്ഊന ഇലന്നാർ, നരകത്തിലേക്ക് ക്ഷണിക്കുന്ന ഇമാമുകളാകും. നമ്മളാൽ ഒരാൾ വഴിതെറ്റിയാൽ, നമ്മളുടെ ഒരു പ്രവർത്തനം കൊണ്ട് ഒരാൾ നേർമാർഗത്തിൽ നിന്ന് പിഴച്ചു പോയാൽ, ഒരു തെറ്റായ കാര്യം നമ്മളുടെ പ്രവർത്തനത്താൽ ഭൂമിയിൽ നിലനിന്നാൽ, നമ്മൾ അഇമ്മത്തുൻ യദൂന ഇലന്നാർ, നരകത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടിരിക്കുന്ന ഇമാമുകളായി മാറും. അതാണ് ഏറ്റവും വലിയ ദുരന്തം. നമ്മൾ മരിച്ചാൽ പോലും നമ്മളുടെ തിന്മയുടെ ആ തിന്മയുടെ ആ ഡോസ് കുറയില്ല. കാരണം നമ്മളെ തിന്മ ഇവിടെ ബാക്കിയുള്ള കാലത്തോളം നമ്മൾ മരിച്ചാലും തിന്മ ഇങ്ങനെ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അതാണ് വജഅൽനാഹും അഇമ്മത്തൻ യദഊന ഇലന്നാർ, നരകത്തിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഇമാമുകളാക്കും എന്ന് ഇമാമുകളാക്കി അവരെ. അതായത് എന്നും ഫറോവ സംസ്കാരം, ഈജിപ്തിലൊക്കെ ഇന്ന് ഫറോവ സംസ്കാരം നല്ലോണ്ട്. ഫിറഔൻ്റെ സംസ്കാരം എന്ന് പറഞ്ഞാൽ അഹങ്കാരവും തോന്നിവാസവും നന്മയെ അടിച്ചമർത്തുന്നതും തിന്മക്ക് വളം വെച്ചു കൊടുക്കുന്നതുമായ ഒരുപാട് ധിക്കാരത്തിൻ്റെ ഒരു സംസ്കാരമാണ് ഫിറഔൻ ഇവിടെ ഉണ്ടാക്കിയെടുത്തത്. നേരിൽ മൂസാ നബി അലൈഹി സ്വലാം പ്രവാചകനാണെന്ന് ബോധ്യപ്പെടാൻ പറ്റുന്ന തെളിവുകൾ നേരിൽ ഫിറഔൻ്റെ കൊട്ടാരമുറ്റത്ത് വെച്ച് മൂസാ നബി കാണിച്ചിട്ട് കൊടുത്തിട്ട് പോലും അതിനെയും മറികടന്ന് ധിക്കാരം മൂത്ത് ഞാനാണ് ഇലാഹ് എന്ന് പറഞ്ഞല്ലോ. നമുക്കും അങ്ങനെ അള്ളാഹു പലതും നമ്മൾ മാറാൻ, നമ്മൾ തിരിച്ചു ചിന്തിക്കാനും പടച്ചവനെ പറ്റി ഓർക്കാനും അള്ളാഹ് നമുക്ക് പലതും കാണിച്ചു തരുന്നുണ്ട്. നമ്മുടെ മുമ്പിൽ പലതരത്തിലുള്ള ദൃഷ്ടാന്തങ്ങളും പടച്ചവൻ കാണിച്ചു തരുന്നുണ്ട്. ഇതൊന്നും കാണാതെ അല്ലെങ്കിൽ കണ്ടിട്ട് ഗുണം പിടിക്കാതെ, ഗുണപാഠം പഠിക്കാതെ നമ്മൾ വീണ്ടും തിന്മയിൽ കൂടി തന്നെയാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മൾ തിന്മയുടെ ഇമാമുകളായിരിക്കും. അപ്പോഴും പേടിക്കേണ്ടത്, നമ്മൾക്കൊക്കെ മക്കളും കുട്ടികളും ഭാര്യമാരും ഒക്കെ ഉണ്ട്. നമ്മളെ വീട്ടിൽ നമ്മളെ കണ്ടിട്ടാണ് നമ്മുടെ മക്കൾ വളരുന്നത്. അപ്പം നമ്മളൊരു നല്ല ഒരു ഉസ്വത്തുൻ ഹസനത്ത്, നല്ല ഒരു മാതൃക നമ്മളെ വീട്ടിലുണ്ടാക്കി കൊടുത്താൽ നമ്മൾ അഇമ്മത്തുൻ യദഊന ഇലൽ ജന്ന, നമ്മൾ മരിച്ചു പോയാലും മക്കൾ അതനുസരിച്ച് നല്ല നിലക്ക് ഭാര്യയും മക്കളും ജീവിക്കുകയാണെങ്കിൽ സ്വർഗത്തിലേക്ക് വിളിക്കുന്ന ഇമാമുകളായി നമ്മൾ മാറും. നമ്മൾ മരിച്ചാലും അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതല്ല നമ്മളുടെ പ്രവർത്തനത്താൽ നമ്മളെ മക്കൾ കേടുന്നു, നമ്മൾ അതിന് ഉത്തരവാദികളല്ല. നമ്മളൊരുപാട് നന്മ അവർക്ക് നല്ലത് പഠിപ്പിച്ചു കൊടുക്കാനും നല്ല മാതൃക കാണിച്ചു കൊടുക്കാനും പൂർണ്ണമായി നമ്മൾ ശ്രമിച്ചു. എന്നിട്ടും നമ്മളെ കുടുംബം തിന്മയിൽ മാറിക്കഴിഞ്ഞാൽ, തിന്മയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ
നമ്മളൊന്നും ശ്രമിച്ചിട്ട് നല്ലതുണ്ടാക്കാൻ ശ്രമിച്ചിട്ട് പോലും തെറ്റിപ്പോയി കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ ശിക്ഷിക്കൂല. പക്ഷെ നമ്മളെ കാരണത്താൽ നമ്മൾ വീട്ടിലെന്നും ടി വിയും വെച്ച് സിനിമയും കണ്ട് സുഖമായി ഇരിക്കുകയാണെങ്കിൽ നമ്മൾ മരിച്ചാലും ഒരു 8 ദിവസമൊക്കെ കുട്ടികളത് ഓഫാക്കി വെക്കും, പിന്നെ അത് പഴയ മാതിരി തുടങ്ങും. കാരണം ബാപ്പ മുതൽ കണ്ട് ശീലിച്ചതാണ്. നമ്മളൊരു തെറ്റ് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ, ഒരു ദൂർത്ത് പോലും നമ്മൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ, ബാപ്പുള്ള കാലത്ത് കല്യാണം കഴിച്ചപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഈ ആദി എല്ലാ കൊട്ടും പാട്ടും കരിമരുന്നും ഒക്കെ ഉണ്ടായിരുന്നു. വാപ്പുള്ള കാലത്ത് തന്നെ മൂത്ത കാക്കാനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചപ്പോൾ, ഇനിയിപ്പോൾ നമ്മൾ വാപ്പ മരിച്ചപ്പോൾ നമ്മളതിൽ കുറയണ്ടെന്നും പറഞ്ഞ് തോന്നിവാസം അതിൽ കൂടുകയാണെങ്കിൽ നമ്മൾ അയിമ്മത്തുൻ യദഊന ഇലന്നാർ. അതിനാണ് നമ്മൾക്ക് അല്ലാഹു തആല ഈ കഥ പറഞ്ഞു തരുന്നത്. ഫജഅൽനാഹും അയിമ്മത്തൻ. അപ്പം നമ്മളാൽ ഒരു തിന്മക്ക് തുടക്കം കുറിക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടാവരുത് എന്നർത്ഥം. അതാണ് അവരെ അഇമ്മത്തൻ യദഊന ഇലന്നാർ, നരകത്തിലേക്ക് വിളിക്കുന്ന ഇമാമുകളാക്കി അവരെ നാം. ഇത് മാത്രമല്ല വയൗമൽ ഖിയാമത്തി, അന്ത്യദിനത്തിൽ, ഇതിലൊക്കെ ഉണ്ടല്ലോ യൗമുൽ ഖിയാമ, നമുക്കറിയുന്നൊരു വാക്കാണ്. ലാ യുൻസറൂൻ, അവർ സഹായിക്കപ്പെടുകയില്ല. അവരെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. അവരെ ജനങ്ങൾ സഹായിക്കാനുണ്ടാവില്ല ഇവിടെയുള്ള മാതിരി. അതുപോലെ തന്നെ പടച്ചോനും സഹായിക്കൂല. അള്ളാഹുവിൻ്റെ മലക്കുകളുടെയും സഹായം അവന് കിട്ടുകയില്ല. ലാ യുൻസറൂൻ. ഇത് മാത്രമല്ല, ഓരോ ആയത്തെടുത്ത് നോക്കി, ഓരോന്നിലും ഓരോരോ വാക്കെങ്കിലും നമുക്കുണ്ടാവും. അതിന് ബാക്കിയാണ് പഠിച്ചാൽ മതിയല്ലോ. വഅത്ബഅനാഹും ഫീ ഹാദിഹി ദുനിയാ ലഅന വയൗമൽ ഖിയാമത്തി ഹും മിനൽ മഖ്ബൂഹീൻ. വഅത്ബഅനാഹും, അവർക്ക് നാം തുടർത്തി, അവർക്ക് ശേഷം നാം അത്ബാ എന്ന് പറഞ്ഞാൽ ഇത്തിബാഴ്, പിന്തുടരുക എന്നാണല്ലോ. അത്ബഅനാഹും, അവർക്ക് നാം തുടർത്തി എന്ന് പറഞ്ഞാൽ അവരെ ശേഷം, അവരുടെ കാലശേഷം തുടർന്നും നാം ഇവിടെ ഉണ്ടാക്കി. ഫി ഹാദിഹി ദുനിയ, ഈ ദുന്യാവിൽ, ദുന്യാവ് എന്നുള്ളത് ഒരു മലയാള വാക്കാണ്, നമ്മൾ പറയുന്നതാ. ഈ ദുന്യാവിൽ അവർക്ക് നാം തുടർത്തി ലയനത്തൻ, ലയനത്ത് തുടർത്തി, ശാപം. ഈ ദുന്യാവിൽ വിശ്വാസികളായ ആളുകളെല്ലാം അവരെ ശപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഫറോവ സംസ്കാരത്തെ ശപിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ വിശ്വാസികൾ. അപ്പോൾ ഈ ദുനിയാവിലോ അവർക്ക് ശാപം. വയൗമൽ ഖിയാമത്തി, എന്നാൽ ഖിയാമത്ത് നാളിൽ തന്നെ പറയുന്നുണ്ട്. അതെന്നെ മലയാളം. യൗമൽ ഖിയാമത്തി ഹും, അവർ മിനൽ മഖ്ബൂഹീൻ, ഏറ്റവും ദുഷ്ടന്മാരിൽപ്പെട്ടവരായിരിക്കും. ഖബീഹ് എന്ന് പറഞ്ഞാൽ ചീത്ത, ദുഷ്ടത എന്ന്. റജുലുൻ ഖബീഹ് എന്ന് പറഞ്ഞാൽ മഹാദുഷ്ടൻ. അപ്പം മിനൽ മഖ്ബൂഹീൻ, അവൻ ഖിയാമത്ത് നാളിൽ ദുഷ്ടന്മാരിൽപ്പെട്ടവനായിരിക്കും. ഈ ലോകത്ത് അവന് ശാപവും ഉണ്ടാകും. ഇതിനേക്കാളും വലിയ ഒരു ദുരന്തം എന്താണ്? ഇഹലോകത്തൊരു മനുഷ്യനെപ്പറ്റി നല്ലത് പറയാൻ ആളില്ല. പരലോകത്തോ ദുഷ്ടന്മാരായി അള്ളാഹു പുനരുജ്ജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതാണല്ലോ ഏറ്റവും വലിയ നഷ്ടം. അപ്പം നമ്മൾ ദുനിയാവിൽ ഏതെങ്കിലും തരത്തിൽ ഖദമു സിദ്ഖ് എന്ന് പറഞ്ഞല്ലോ, ഒരു സിദ്ഖ് മുന്നേ ചെയ്ത് വെച്ച് പോകണം. ഇവിടെ അല്ലാഹു തആല മുദ്ഖലു സിദ്ഖ്, മുഖറജു സിദ്ഖ്, ലിസാനു സിദ്ഖ്, ഖദമു സിദ്ഖ്, സിദ്ഖിൻ്റെ 4 ഭാഗങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഖുർആനിൽ പല സ്ഥലത്ത്. സൂറത്ത് ഇസ്രായിലാണ് റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വ അഖ്രിജ്നി മുഖറജ സിദ്ഖിൻ വജഅൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറ. അതുപോലെ തന്നെ വജഅൽനി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞതാണ്, എനിക്ക് പിന്മുറക്കാരിൽ ലിസാനു സിദ്ഖ് ഉണ്ടാക്കണമേ. മുദ്ഖലു സിദ്ഖ് എന്ന് പറഞ്ഞാൽ ശരിയായ സത്യം കയറിപ്പോകുന്നിടത്ത് കയറിപ്പോകാനുള്ള ഒരു ഭാഗ്യം. മുഖറജു സിദ്ഖ് എന്ന് പറഞ്ഞാൽ സത്യം എക്സിറ്റ് അടിക്കുന്നിടത്ത്, മുഖറജ് എന്ന് പറഞ്ഞാൽ എക്സിറ്റാണ്, ഖുറൂജ്. സത്യം എക്സിറ്റ് അടിക്കുന്നത്, സത്യം ഇറങ്ങിപ്പോകുന്നത് എവിടെയാണോ അവിടെ എനിക്കും ഇറങ്ങിപ്പോകാൻ കഴിയണം. സത്യം പെടുന്നാണ്ട് ഇറങ്ങിപ്പോയിട്ട് പിന്നെ നമ്മളവിടെ ഉണ്ടാകരുത്. അതുപോലെ സത്യം ഒരു സ്ഥലത്തേക്ക് കയറി ചെന്നിട്ട് നമ്മൾ അവിടെ ആണ്ട് കടക്കാതിരിക്കരുത്. അതാണ് മുദ്ഖലു സിദ്ഖ്, സത്യത്തിൻ്റെ പ്രവേശന സ്ഥാനം. മുഖറജു സിദ്ഖ്, സത്യം പുറത്തിറങ്ങുന്ന സ്ഥാനം.
മൂന്നാമത്തേത് ലിസാനു സിദ്ഖ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചതാണ്, ലിസാനു സിദ്ഖിൻക്കുണ്ടാവണം. വജഅല്ലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, പിൻഗാമികളിൽ പിന്മുറക്കാരിൽ സത്യസന്ധമായ ഒരു നല്ല നാവ്. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ അലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ അലി ഇബ്രാഹിം. കോടാനുകൂടി മനുഷ്യന്മാർ ലോകത്തെന്നും ഈ പ്രപഞ്ചത്തിൽ സൂര്യൻ ഉദിക്കുന്ന ഓരോ അസ്തമിക്കുകയും ഉദിക്കുകയും ചെയ്യുന്ന ഓരോ നിമിഷത്തിലും വിശ്വാസികൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് അത്തഹിയ്യാത്ത്. അതുപോലെ സലാത്ത്, ബാങ്കിന് കൊടുത്താൽ നമ്മളൊരു സലാത്ത് ചൊല്ലും, ഇബ്രാഹിമിയായ സലാത്ത്. അത്തഹിയ്യാത്തിൽ നമ്മൾ സലാത്ത് ചൊല്ലും. അതുപോലെ വെറുതെ സലാത്ത് ചൊല്ലും. ഒരു സലാത്ത് ചൊല്ലിയാൽ മലക്കുകൾ നമുക്ക് വേണ്ടി 100 സലാത്ത്, 100 പ്രാർത്ഥന തിരിച്ചു തരും. അല്ലാഹു തആല 100 കാരുണ്യം നമുക്ക് നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച പ്രത്യേകമായി സലാത്ത് ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ദുആ ചെയ്യുകയാണെങ്കിൽ ദുആൻ്റെ മുമ്പായിട്ട് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ അലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹിം തുടങ്ങിയ സലാത്ത് ചൊല്ലിയിട്ടാണ് ദുആ കടക്കേണ്ടത്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു അപേക്ഷ കൊടുക്കണമെങ്കിൽ അതിമ സ്റ്റാമ്പ് ഒട്ടിക്കൽ സലാത്താണ്. ആ സ്റ്റാമ്പ് ഒട്ടിച്ചാട്ടാണ് പോയാൽ അത് നേരെ കിട്ടും. ദുആ ചെയ്യുമ്പോൾ സലാത്ത് കൊണ്ട് ആരംഭിക്കണം. ഹംദും സലാത്തും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ പ്രാർത്ഥന നമുക്ക് കേൾക്കാമല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ് ലിസാനു സിദ്ഖ്, സത്യത്തിൻ്റെ ലിസാന്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പറ്റി നാവുകൾ സത്യസന്ധമായി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇബ്രാഹിമിൻ്റെ പേര് ആ പ്രാർത്ഥനയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥന. ഇനി നോക്ക്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പറ്റി ലോകത്ത് ഒരു മതവിശ്വാസികളും മോശം പറയുന്നില്ല. ഈസാ നബി അലൈഹി സ്വലാം വിചാരപുത്രനാണ് എന്ന് പറഞ്ഞു യഹൂദികൾ. അതേ അവസരത്തിൽ മൂസാ നബി അലൈഹി സ്വലാമിനെ നസാറാക്കൾ അംഗീകരിക്കാറില്ല, നോഹ് നബി അലൈഹി സ്വലാമിനെ അംഗീകരിക്കാറില്ല, ലൂത്ത് നബി അലൈഹി സ്വലാമിനെ അംഗീകരിക്കാറില്ല, മുഹമ്മദ് നബിനെ ഏതെങ്കിലും അംഗീകരിക്കണില്ല, ഒരു നബിയെയും അങ്ങോട്ടും കൊണ്ട് അംഗീകരിക്കില്ല. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പറ്റി യഹൂദികളാവട്ടെ നസാറാക്കളാകട്ടെ, ഇനി മക്കയിലെ മുശ്രിക്കുകൾ പോലും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ആദരിക്കുന്നുണ്ട്, ലിസാനു സിദ്ഖ്. അതുകൊണ്ടാണ് മക്കയിലെ മുശ്രിക്കുകൾ കഅബയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ചിത്രം വരച്ചു വെച്ചിട്ട് അയിമലെ ആരാധിച്ചിരുന്നത്, ആരാധിക്കപ്പെടുന്ന ഒരാളാക്കി മാറ്റിയത്. സംഗതി ശിർക്കാണെങ്കിലും അവരുടെ മനസ്സിൽ അദ്ദേഹത്തിനോടുള്ള ആദരവായിരുന്നു. ഇനി നമുക്ക് പുരാതന മതങ്ങൾ, പുതിയ മതങ്ങളാണ് ആധുനിക പിൽക്കാലത്തുണ്ടായ പുതിയ മതങ്ങളാണ് യഹൂദ് മതം, നസാറ മതം. അതിൻ്റെ മുമ്പുള്ള മതങ്ങൾ, മനുവിൻ്റെ മതങ്ങളൊക്കെ, മനുസ്മൃതികളും അതിൻ്റെ മതങ്ങളൊക്കെ നോക്കിയാൽ പോലും അവിടെയും അബ്രഹാം മതത്തിൻ്റെ പുണ്യം പറഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ പറയപ്പെടുന്നു. ഇബ്രാഹിം എന്ന് പറയുന്നത് അബ്രഹാം മരത്തിൽ നിന്നാണ്, അബ്രഹാമിൻ്റേതാണൊക്കെ. ഏതായിരുന്നാലും മറ്റു മതവിശ്വാസികളും ഇബ്രാഹീമിനെ ലിസാനു സിദ്ഖ്, സത്യസന്ധമായി ആദരിക്കുന്ന ആളാണ്. ആ പ്രാർത്ഥനയാണത്. അള്ളാഹു സ്വീകരിച്ചു. എന്നാൽ ഫിറഔനെ ലോകത്ത് ഒരു മതവും ഫിറഔൻ ഒരു മാതൃകാ പുരുഷനായിരുന്നുവെന്നോ ഒരു നല്ല മനുഷ്യനായിരുന്നോ പറയുന്നില്ല. കാരണം വഅത്ബഅനാഹും ഫി ഹാദിഹി ദുനിയ ലഅന, ഈ ദുനിയാവിൽ അവർക്ക് നാം ലഅനത്ത് പിന്തുടർത്തി, ശാപം പിന്തുടർത്തി. ഒരു മതത്തിലും ഫിറഔൻ ഒരു പുണ്യവാളനായിട്ട് ആരും അവരോധിച്ചിട്ടില്ല. ഇബ്രാഹിം നബിയെ ആവട്ടെ അദ്ദേഹത്തിൻ്റെ ദഅവത്തിൻ്റെ നേരെ എതിരായിട്ടുള്ള ശിർക്ക് ചെയ്യുന്നവർ പോലും ഇബ്രാഹിം നബിനെ പുണ്യാളനായിട്ട് അവരോധിച്ചിട്ടും ഉണ്ട്. അതാണ് ലിസാനു സിദ്ഖ്. ഇനി നാലാമത്തെ സിദ്ഖ് ഖദമു സിദ്ഖ്, അന്നലഹും ഖദമ സിദ്ഖിൻ. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് ഖദമു സിദ്ഖ് ഉണ്ട് എന്ന് പറയാം. ഖദമു സിദ്ഖ് എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ കുറേ കാര്യം ഇവിടെ മുൻകൂട്ടി ചെയ്തു വെച്ചതാണ് ഖദമു സിദ്ഖ്. നമ്മളെ സൽക്കർമ്മങ്ങൾ, നമ്മളെ അമലുകൾ, നമ്മളിവിടെ ബാക്കി വെച്ച സദഖത്തുൻ ജാരിയത്ത്, അതായത് നമ്മൾ മരിച്ചാലും നിലനിൽക്കുന്ന ദാനധർമ്മങ്ങൾ, നമ്മൾ വളർത്തിയെടുത്ത നമ്മുടെ സാലിഹ്യങ്ങളായ മക്കൾ, നമ്മളെന്തെങ്കിലും നന്മ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഖദമു സിദ്ഖാണ്. സത്യത്തിൻ്റെ മാർഗത്തിൽ നമ്മൾ മുൻകൂട്ടി ചെയ്തു വെച്ചത്. അപ്പോൾ അതാണ് ഫിറഔന് നഷ്ടപ്പെട്ടത്.
അയിമ്മത്തുൻ യദഊന ഇലന്നാർ. നമ്മൾ വേണ്ടത് അയിമ്മത്തുൻ യദഊന ഇലൽ ജന്നയായിരിക്കണം. വയൗമൽ ഖിയാമത്തി ലാ യുൻസറൂൻ. പിന്നെ വഅത്ബഅനാഹും ഫീ ഹാദിഹി ദുനിയാ ലഅന, ഈ ദുനിയാവിൽ അവർക്ക് നാം ലഅനത്ത് തുടർത്തി. വയൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ അവർ മഖ്ബൂഹീങ്ങളാണ്, ദുഷ്ടന്മാരിൽപ്പെട്ടവനാണ് ഖിയാമത്ത് നാളിൽ. ഇനി വലഖദ് ആതൈനാ മൂസൽ കിതാബ മിൻ ബഅദി മാ അഹ്ലക്നൽ ഖുറൂനൽ ഊല. വലഖദ് ആതൈനാ, തീർച്ചയായും നാം നൽകിയിട്ടുണ്ട്, മൂസാക്ക് നൽകിയിട്ടുണ്ട്, അൽ കിതാബ, ആ വേദം, അതായത് തൗറാത്ത്. മൂസാ നബിക്ക് നാം തൗറാത്ത് നൽകിയിട്ടുണ്ട്. മിൻ ബഅദി മാ അഹ്ലക്ന, നാം ഹലാക്കാക്കിയതിൻ്റെ ശേഷം, നശിപ്പിച്ചതിൻ്റെ ശേഷം, അൽ ഖുറൂനൽ ഊല, ആദ്യ നൂറ്റാണ്ടുകാരെ. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ മുമ്പുണ്ടായിരുന്ന പല ഖുറൂനുകളെയും, നൂറ്റാണ്ടിലുള്ള മനുഷ്യന്മാരെയും അല്ലാഹു തആല അവരുടെ പ്രവാചകന്മാരെ ധിക്കരിച്ചതിൻ്റെ പേരിൽ നശിപ്പിച്ചു, ഹലാക്കിലാക്കി. എന്നിട്ടോ അതിൻ്റെ ശേഷം മൂസാ നബിക്ക് ഒരു വേദഗ്രന്ഥം നാം നൽകിയിട്ടുണ്ട്. ഇനി ആ ഖുറൂനുല്ലൂല, അള്ളാഹു മൂസാ നബിനെ പറ്റി പറഞ്ഞപ്പോൾ ഖുറൂനുല്ലൂല ഒരു പക്ഷേ തൊട്ട് മുമ്പുള്ള ഫിറഔനെയും കൂട്ടരെയും നശിപ്പിച്ചു, എന്നിട്ടാണ് വേദഗ്രന്ഥം നൽകുന്നത്. അങ്ങനെയാവാം. അതല്ല, ഫിറഔൻ്റെയും മുമ്പുള്ള ആ തലമുറകളെ പലരെയും അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ടല്ലോ, ഖുർആനിൽ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, അതുമൊക്കെ ആവാം. എന്തിനാണ് വേദഗ്രന്ഥം നൽകിയത്? ബസായിറ ലിന്നാസി, ജനങ്ങൾക്ക് ഉൾക്കാഴ്ചയായിക്കൊണ്ട്, കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചക്ക് അപ്പുറമുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാവണം. അതാണ് ഉൾക്കാഴ്ച. കാണുന്ന വസ്തുക്കൾ പലതും നമുക്ക് കൗതുകമുള്ളതാകും, പക്ഷേ നമ്മുടെ ഉള്ളുകൊണ്ട് കാണുമ്പോൾ ആ കൗതുകമുള്ളത് കാണാൻ പാടില്ലാത്തതായിരിക്കും. അപ്പം കൗതുകമുള്ള, ഉൾക്കാഴ്ചയുള്ള, ബസായിറ ലിന്നാസ്, ജനങ്ങൾക്ക് ഉൾക്കാഴ്ചയായിക്കൊണ്ട്. ബസീറത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. ബസർ എന്ന് പറഞ്ഞാൽ കണ്ണ്. ഇന്നസമ്മൽ ബസറ കുല്ലൂലായിക്ക കാനു മസ്ഊല എന്നുള്ള. നേരെ മറിച്ച് ബസീറത്ത് എന്ന് പറഞ്ഞാൽ ഉൾക്കാഴ്ച, കണ്ണിൻ്റെയും അപ്പുറത്ത് കൊണ്ടുള്ള ഒരു മനസ്സിൻ്റെ കാഴ്ച. വഹുദൻ, സന്മാർഗം, ഹിദായത്തായിക്കൊണ്ടും, വറഹ്മത്തൻ, കാരുണ്യമായിക്കൊണ്ടും. അപ്പം വേദഗ്രന്ഥം എപ്പോഴും മനുഷ്യൻ്റെ ഉൾക്കാഴ്ചയാണ്. ഈ കാണുന്നതിൻ്റെ അപ്പുറം നന്മകളെപ്പറ്റി കാണാനും, ഈ കാണുന്ന തിന്മകൾക്കപ്പുറം ഒരു തിന്മയെപ്പറ്റി കാണാനുമുള്ള ഉൾക്കാഴ്ചയാണ് മൂസാ നബിയുടെ വേദഗ്രന്ഥം. അതുതന്നെയാണ് എല്ലാ വേദഗ്രന്ഥങ്ങളും അള്ളാഹു ഇറക്കി തന്നത്. അപ്പോൾ വേദം പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നതിനപ്പുറമുള്ള ചില കാഴ്ച നമ്മുടെ വിശ്വാസവും നമ്മുടെ ദീനും കൊണ്ട് നമ്മൾ മനസ്സുകൊണ്ട് കാണണം. പിന്നെ ഹിദായത്ത് വേണം, സന്മാർഗമാവണം, ഒരു റഹ്മത്ത് കൂടിയാവണം നമുക്ക് വേദഗ്രന്ഥം. മൂസാ നബിയുടെ വേദഗ്രന്ഥം റഹ്മത്തായിരുന്നു, കാരുണ്യമായിരുന്നു. എന്തേ കാരണം? ഒരുപാട് ആളുകൾ ലലാലത്തിൽ നിന്ന് അള്ളാഹു വഴി സന്മാർഗത്തിലാക്കിയല്ലോ. അത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണല്ലോ, റഹ്മത്തായിരുന്നു. അങ്ങനെ നൽകി. ലഅല്ലഹും യതദക്കറൂൻ, അവർ ചിന്തിക്കാൻ വേണ്ടി. തദക്കറ എന്ന് പറഞ്ഞാൽ ഓർത്തു, ചിന്തിച്ചു, ആലോചിച്ചു, പാഠം ഉൾക്കൊണ്ടു എന്നൊക്കെ അതിനർത്ഥമുണ്ട്. അപ്പോൾ ലഅല്ലഹും യതദക്കറൂൻ, അവർ ആലോചിച്ച് ചിന്തിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയാണ് കിതാബ് മൂസാ നബിക്ക് നാം നൽകിയത്. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ ഇപ്പോൾ കുറേ മൂസാ നബിൻ്റെ ആ ജനിച്ച മുതൽ പിന്നെ കടലിൽ എറിയുന്നു, ഫിറഔൻ എടുത്തു കൊണ്ടുപോകുന്നു, ഫിറൗൻ്റെ കൊട്ടാരത്തിൽ അവിടെ വളരുന്നു. മൂസാ നബിയുടെ ഉമ്മയെ തന്നെ മുല കൊടുക്കാനുള്ള ഒരവസ്ഥയിലേക്ക് അള്ളാഹു എത്തിക്കുന്നു. പിന്നീട് മൂസാ നബി ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരാളാണെന്ന് ഫിറൗന് തിരിച്ചറിയുന്നു. അദ്ദേഹത്തിൻ്റെ അടുക്കലൊരു കിബിത്തിയെ അദ്ദേഹത്തിൻ്റെ കയ്യാൽ കൊല്ലപ്പെട്ട ഒരവസ്ഥ കണ്ടപ്പോൾ ഇവൻ കൊല്ലപ്പെടേണ്ടവനാണ് എന്ന് പറഞ്ഞ് പ്രതികാരം ചോദിക്കാൻ വേണ്ടി നിൽക്കുന്നു. അള്ളാഹു അയാളെ, മൂസാ നബിയെ അവിടുന്ന് ഒരാളെ പറഞ്ഞയച്ച്, ഫിറൗൻ്റെ ആളുകളിൽപ്പെട്ട ഒരാൾ തന്നെ, ഇന്നൽ മലഅ്തമിറൂന ബിക, നിനക്ക് എതിരിൽ ഒരു ഗൂഢാലോചന നടത്തുന്നുണ്ട്, പൊയ്ക്കവിടുന്ന് എന്ന് പറഞ്ഞ് പറഞ്ഞയക്കുന്നു. എന്നിട്ട് അവസാനം ഒരു പ്രവാചകൻ്റെ വീട്ടിലെത്തിപ്പെടുന്നു. അവിടുന്ന് പ്രവാചകൻ്റെ മകളെ വിവാഹം ചെയ്ത് ഒരു ജീവിതം, കൃത്യമായ ഒരു കുടുംബജീവിതം നയിക്കുന്നു. പിന്നീട്
2 മോചിതത്വം കൊടുത്തുകൊണ്ട് ഫിറൗൻ്റെ അടുക്കലേക്ക് അള്ളാഹു ഇങ്ങോട്ട് തന്നെ മൂസാ നബിയെ തിരിച്ചയക്കുന്നു. എന്തെല്ലാം സംഭവങ്ങളാണ് അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്നത്. ആ സംഭവങ്ങളൊക്കെ ഉണ്ടായി മൂസാ നബിക്ക് ദഅവത്ത് തൂരിസിനാ പർവ്വതത്തിൽ രാത്രി ഇരുട്ടത്ത് ഭാര്യയെയും കൂട്ടി പോകുമ്പോൾ എന്താണ് വഴിയറിയാതെ കഷ്ടപ്പെടുന്നു. അപ്പോൾ വെളിച്ചമുണ്ട് അവിടെ കാണുന്നു മലയുടെ മുകളിൽ. ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറയുന്നു. പോയി നോക്കിയപ്പോൾ അള്ളാഹുവിൻ്റെ വിളിയാളം കേൾക്കുന്നു, വേദഗ്രന്ഥം കിട്ടുന്നു. ഈ മുഅ്ജിസത്താവുന്ന വടി നിലത്തിട്ട് അത് തൻ്റെ ഒരു വലിയ കഴിവായിട്ട് അള്ളാഹു തആല അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നു. എന്നിട്ട് ഫിറൗൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞിട്ട് അള്ളാഹ് പറയാണ്, വമാ കുൻത ബിജാനിബിൽ ഗർബിയ്യി ഇദ് ഖളൈനാ ഇലാ മൂസൽ അംറ വമാ കുൻത മിനശ് ഷാഹിദീൻ. നബിയെ, വമാ കുൻത താങ്കൾ ആയിരുന്നില്ല, ബിജാനിബിൽ ഗർബിയ്യി ആ പടിഞ്ഞാറ് വശത്തുള്ള ഭാഗത്തായിരുന്നില്ല. മൂസാ നബിക്ക് അല്ലാഹു തആല തൂർ സീനാ പർവ്വതത്തിൽ വെച്ച് ആ വഹയി കൊടുത്തത് ആ പ്രദേശത്തിൻ്റെ പടിഞ്ഞാറു ഭാഗത്തുള്ള താഴ്വരയിലായിരുന്നു. അവിടുന്നാണ് ആ വഹയി കൊടുത്തത്. അതാണ് ആ ജാനിബുൽ ഗർബി എന്ന് പറഞ്ഞാൽ ആ വഹയി കൊടുത്ത ആ സ്ഥലം, മൂസാ നബിക്ക് വഹയി കൊടുത്ത ആ സ്ഥലം. അവിടെ നീ ഉണ്ടായിരുന്നില്ലല്ലോ. മുഹമ്മദ് നബിയോടാ പറഞ്ഞിട്ട് താങ്കൾ അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെയുള്ള ആ സംഭവങ്ങളൊക്കെ വളരെ കൃത്യമായി മുഹമ്മദ് നബി പറയുന്നു. ആ പറയുന്നത് യഹൂദ നസാറാക്കൾ കേട്ടു നോക്കുമ്പോൾ അവരുടെ വേദഗ്രന്ഥങ്ങളിലുള്ള അതേപോലെ തന്നെയാണ് മുഹമ്മദ് നബിയും ഇത് പറയുന്നത്. എന്നാൽ മുഹമ്മദ് നബി അവിടെ ഉണ്ടായിരുന്നോ? എത്രയോ മുമ്പ് കഴിഞ്ഞു പോയ ആ സംഭവത്തിൽ മുഹമ്മദ് നബി ഉണ്ടായിരുന്നില്ലല്ലോ. ഉമാ കുൻത ബിജാനിബിൽ ഗർബി ആ പടിഞ്ഞാറു ഭാഗത്തുള്ള മൂസാ നബിക്കൊക്കെ ഇത് ഖളൈന ഇലാ മൂസ, മൂസാ നബിയിലേക്ക് നാം തീരുമാനം നൽകിയപ്പോൾ അൽ അംറ ആ കാര്യം, അതായത് റസൂലാവണമെന്ന ആ കാര്യം മൂസാ നബിക്ക് നാം തീരുമാനിച്ച് നൽകിയപ്പോൾ, ഖള എന്ന് പറഞ്ഞാൽ വിധിച്ചു, നാം വിധിച്ചു നൽകി. നീ പ്രവാചകനാണ്, നിന്നെ ഞാൻ അനഖ്തർതുക ഫസ്തമിഅ ലിമാ യൂഹാ, നിന്നെ ഞാൻ പ്രവാചകനായി തിരഞ്ഞെടുത്തിരിക്കുന്നു, വഹി നൽകപ്പെടുന്നത് ശ്രദ്ധിച്ച് കേട്ടോ. ഇന്നി അന റബ്ബുക, ഞാൻ എൻ്റെ റബ്ബാണ് എന്നൊക്കെ അല്ലാഹു തആല പറഞ്ഞുകൊണ്ട് നബിയെ പ്രവാചകനാക്കി, മൂസാ നബിയെ പ്രവാചകനാക്കുന്ന ഇത് ഖളൈന ഇലാ മൂസ അൽ അംറ, മൂസായിലേക്ക് ആ ഒരു ദൗത്യത്തിൻ്റെ അംറ് എന്ന് പറഞ്ഞ കാര്യം, ആ കാര്യം നാം തീരുമാനിച്ച് നൽകിയപ്പോൾ താങ്കൾ അവിടെ ഉണ്ടായിട്ടില്ലല്ലോ. പക്ഷെ താങ്കൾ ഇതിങ്ങനെ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാ? അത് ഞാൻ പറഞ്ഞ അള്ളാഹ് വഹി നൽകിയിട്ടാണ് എന്ന് നബിയെപ്പറ്റി അള്ളാഹ് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. മക്കാ മുശ്രിക്കീങ്ങൾക്ക് അറിയാം, മുഹമ്മദ് നബി ഞങ്ങളെ കൂട്ടത്തിൽ ചെറുപ്പത്തിലേ ജനിച്ച് യതീമായി ജനിച്ച് വളർന്നൊരു കുട്ടിയാണ്. അവിടെ മദീനത്ത് പോയിട്ട് യഹൂദി നസാറാക്കളിൽ നിന്ന് പാഠം പഠിച്ചിട്ടില്ല, അവരെ കിതാബ് വായിച്ച് പഠിച്ചിട്ടില്ല. പക്ഷേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കഴിഞ്ഞ സംഭവങ്ങൾ കൃത്യമായി മുഹമ്മദ് നബിയുടെ നാവിൽ കൂടി ഖുറൈശികൾ കേൾക്കുന്നു, ജനങ്ങൾ കേൾക്കുന്നു, ഇനി യഹൂദികളും നസാറാക്കളും കേൾക്കുന്നു. അവരുടെ വേദഗ്രന്ഥത്തിലുള്ളത് പോലെ തന്നെയാണ് ഇദ്ദേഹവും പറയുന്നത്. എന്നാൽ താങ്കൾ അവിടെ ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ മുഹമ്മദ് നബി റസൂലാണ്, അള്ളാഹു പറഞ്ഞിട്ടാണ് പറയുന്നത് എന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. വമാ കുൻത മിനശ് ഷാഹിദീൻ, നീ അവിടെ സാക്ഷികളുടെ കൂട്ടത്തിലും ആയിരുന്നില്ല. അങ്ങനെയൊക്കെ നടന്നപ്പോൾ അതിൻ്റെ സാക്ഷികളായിട്ട്, സാക്ഷികളുടെ കൂട്ടത്തിൽ നീ ഉണ്ടായിരുന്നില്ലല്ലോ. മൂസാ നബിക്ക് വഹി കൊടുക്കുമ്പോൾ ആരാ സാക്ഷികൾ? ഒരുപക്ഷെ മലക്കുകൾ സാക്ഷികളുണ്ടാവും. അവിടെ ഒരു പ്രവാചകനെ അള്ളാഹ് സാക്ഷിയാക്കിയിട്ടില്ല. മൂസാ നബിൻ്റെ ഭാര്യ പോലും സാക്ഷിയല്ല. ഹാറൂൻ നബി അലൈഹിസ്സലാം ഈജിപ്തിലെത്തിയതിൻ്റെ ശേഷമാണ് ഞാൻ പ്രവാചകനാണെന്ന് മൂസാ നബി നിന്നെയും കൂടി എൻ്റെ പ്രവാചകനാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഹാറൂൻ നബിയും പ്രവാചകനാകുന്നത്. മൂസാ നബിക്ക് വഹി കൊടുത്ത് തുടങ്ങിയപ്പോൾ, നബുവത്ത് കൊടുത്തപ്പോൾ ഹാറൂൻ നബി അവിടെ ഇല്ല. അപ്പം മനുഷ്യന്മാരാരും സാക്ഷികളില്ല. അപ്പം മലക്കുകളുണ്ടാവാം, ആ സാക്ഷികളുടെ കൂട്ടത്തിലും നീ ഇല്ല. ആ പർവ്വതത്തിൻ്റെ മിൻ ജാനിബി തൂരിൽ ഐമൻ, തൂരിസീനാ പർവ്വതത്തിൻ്റെ വലതുഭാഗത്തുള്ള ആ പ്രദേശത്ത് വെച്ചാണ് മൂസാ നബിക്ക് വഹി കിട്ടുന്നത്. ആ ഉർബി, ആ പടിഞ്ഞാറ് ഭാഗത്ത് നീ ഉണ്ടായിരുന്നില്ല, നീ സാക്ഷിയായിരുന്നുമില്ല. പിന്നെ ഇതൊക്കെ നീ പറയുന്നത്, നിൻ്റെ നാവിൽ കൂടി വരുന്നത്, ഇതെല്ലാം
ഉണ്ടാക്കിയ സൃഷ്ടിച്ച അള്ളാഹുവായ ഞാൻ നിനക്ക് വഹി നൽകിയതാണ്, നീ പ്രവാചകൻ തന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. അല്ലാതെ പ്രവാചകന്മാർക്ക് വഹിയല്ലാത്ത വൈബുകളൊന്നും കിട്ടൂല. ഈ നബി മുഹമ്മദ് നബിക്ക് അങ്ങനെ പണ്ടുണ്ടായ സംഭവങ്ങളൊന്നും വഹി കിട്ടിയാൽ അള്ളാഹ് അറിയിച്ചു കൊടുത്താൽ അറിയുന്നല്ലാതെ മറഞ്ഞ കാര്യങ്ങൾ അറിയില്ല. പിന്നെ പക്ഷേ അൻശഇനാ ഖുറൂനൻ നാം ചില കുറേ നൂറ്റാണ്ടുകളെ ഉണ്ടാക്കി. അൻശഇനാ ഖുറൂനൻ എന്ന് പറഞ്ഞാൽ കുറേ നൂറ്റാണ്ടുകളെ നാം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ കുറേ നൂറ്റാണ്ടുകളിലുള്ള മനുഷ്യന്മാരെ നാം വളർത്തിയെടുത്ത് കൊണ്ടുവന്നു. എന്നിട്ടോ ഫതതാവല അലൈഹിമുൽ ഉമറു അവർക്ക് ഒരുപാട് വയസ്സ് ദീർഘിച്ചു പോയി എന്ന് പറഞ്ഞാൽ കുറേ മനുഷ്യന്മാരെ നൂറ്റാണ്ടിലുള്ള ആളുകളെ നാം ഇങ്ങനെ വളർത്തി കൊണ്ടുവന്നു. ഓൽക്ക് കുറേ വയസ്സായി, ഓല് വലിയ ആളുകളായി, ശക്തന്മാരായി. അതാ സംഭവിച്ചത്. ഒമാ കുൻത സാവിയൻ ഫി അഹ്ലി മദിയന. ഇനി മൂസാ നബി അലൈഹി സ്വലാം മദിയനിൽ ചെന്നു. ആടുമേക്കുന്ന കൂട്ടത്തിൽ 2 പെൺകുട്ടികളുടെ ആടുകൾക്ക് വെള്ളം കോരിക്കൊടുത്തു. എന്നിട്ട് ആ കുട്ടികളെ വേഗം വീട്ടിലേക്ക് പറഞ്ഞയച്ചു. പിന്നെ മൂസാ നബിയെ വിളിപ്പിച്ചു. ശുഐബ് നബി അലൈഹി സ്വലാം അവിടെ പോയി കുറേ സംഭവങ്ങൾ നടന്നു. അവിടെ ഒരു മരുമകനായി ജീവിച്ചു 10 കൊല്ലം. ആ കാര്യം മുഹമ്മദ് നബി ഖുർആനിൽ കൂടി കൃത്യമായി പറയുന്നു. അത് യഹൂദികളുടെ കിതാബിലുണ്ട്, നസാറാക്കൾക്ക് അത് അവരറിയുന്നുണ്ട്, അവർ പഠിച്ചിട്ടുണ്ടതൊക്കെ. മുഹമ്മദ് നബിയും അത് പറയുന്നു. എന്നാലോ ആ മുഹമ്മദ് നബി വമാ കുൻത സാവിയൻ ഫി അഹ്ലി മദിയന മദിയൻകാരിൽ നീ താമസിക്കുന്നവനായിരുന്നില്ലല്ലോ. സവാ എന്ന് പറഞ്ഞാൽ താമസിച്ചു എന്ന്, കഴിഞ്ഞുകൂടി. സവാ ഫബിഇസ്സ മസ്വാ അൽ മുതകബ്ബിരീൻ അഹങ്കാരികളുടെ താമസയിടം മോശമാണ് എന്ന് പറഞ്ഞല്ലോ. മസ്വാ എന്ന് പറഞ്ഞാൽ താമസയിടം, സവാ എന്ന് പറഞ്ഞാൽ താമസിച്ചു. സാവിയൻ താമസിക്കുന്നവൻ. ഒമാ കുൻത സാവിയൻ നീ താമസിച്ചിരുന്ന ആളായിരുന്നില്ല ഫി അഹ്ലി മദിയന മദിയൻകാരിൽ. നബി അവിടെ പണ്ട് മദിയനിൽ ആ വീട്ടിൽ അവിടെ എവിടെയെങ്കിലും താമസിക്കുന്നുണ്ടെങ്കിൽ മൂസാ നബീൻ ആടിന് വെള്ളം കൊടുക്കേണ്ടതും വിളിച്ചുകൊണ്ട് കൊണ്ടതും കല്യാണം കഴിച്ചു കൊടുക്കേണ്ടതും ഒക്കെ മുഹമ്മദ് നബിക്ക് നേരെ കാണാമല്ലോ. പക്ഷെ നൂറ്റാണ്ടുകൾക്ക് ശേഷം മുഹമ്മദ് നബി ഇതിങ്ങനെ കൃത്യമായി കണ്ട പോലെ പറയല്ലേ. അപ്പോൾ അത് വഹി തന്നെയാണ് എന്നർത്ഥം. തത്ലു അലൈഹിം ആയാത്തിന നീ അവരുടെ മേൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ഓതിക്കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. തലായത്തുലു അലൈഹിം ആയാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവരുടെ മേൽ നീ ഓതിക്കൊടുക്കുന്നുണ്ട്. നീ അവിടെ മദിയനിലുണ്ടായിരുന്നില്ല, അവിടെ താമസക്കാരനായിരുന്നില്ല. നീ തൂരിസിനാ പർവ്വതത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് മൂസാ നബിക്ക് വഹി ആ കാര്യം അല്ലാഹു തആല തീരുമാനിച്ച് വഹി കൊടുത്തപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ആയത്ത്, അതിനെപ്പറ്റി വിവരിക്കുന്ന ആയത്തുകൾ തത്ലു അലൈഹിം ആയാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നീ അവർക്ക് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പം നീ നബി തന്നെയാണ് എന്ന് അവർക്ക് ബോധ്യമാകുന്ന വിധം അള്ളാഹു പറയാണ്. വലാകിന്ന പക്ഷേ കുന്ന മുർസിലീൻ നാം ദൂതന്മാരെ അയക്കുന്നവനാണ്. നിങ്ങൾ ഓരോ ദൂതന്മാരെയും വഹി നൽകി അയക്കും. ആ ദൂതന്മാരുടെ കൂട്ടത്തിലാണ് നീ ഉള്ളത്. അതുകൊണ്ടാണ് നിനക്ക് ഈ മറഞ്ഞ കാര്യങ്ങളും പഴയകാല സംഭവങ്ങളും കൃത്യമായി പറയാൻ കഴിഞ്ഞത്. കുന്ന മുർസിലീൻ, മുർസലും മുർസിലും. സീനിന് ഫതഹ ആണെങ്കിൽ മുർസല് അയക്കപ്പെട്ടവൻ, അതാരാ? നബിമാര്. മുർസില് സീനിന് കസ്റാണെങ്കിൽ അയക്കുന്നവൻ, അതാരാ? അള്ളാഹു. അപ്പോൾ വലാകിന്ന കുന്ന മുർസിലീൻ നാം പ്രവാചകന്മാരെ അയക്കുന്നവനാണ്. ഞാനാണ് പ്രവാചകനെ അയച്ചത്, ഈ മുഹമ്മദ് നബിയെ അയച്ചത്. ഈ മുഹമ്മദ് നബി പറയുന്നതൊക്കെ ഞാൻ പറഞ്ഞയച്ചിട്ട് പറയുന്നത് തന്നെയാണ്. നീ അവിടെ ഓടി ഉണ്ടായിരുന്നില്ലല്ലോ. ഇനിയും ഉമാ കുൻത ബിജാനിബി തൂരി നീ തൂരിസിനാ പർവ്വതത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നില്ല. ഇതിനാദൈന നാം വിളിച്ചപ്പോൾ. യാ മൂസ ഫഖ്ലഅനൈലൈക് മൂസാ നീ ചെരുപ്പഴിക്ക് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചല്ലോ. അവിടെയൊന്നും നീ ഉണ്ടായിരുന്നില്ലല്ലോ. വലാകിൻ പക്ഷേ റഹ്മത്തം മിർ റബ്ബിക നിന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള കാരുണ്യത്താൽ
ആണ് ഈ പറയുന്നത്. അതാ വലാക്കിൻ, പക്ഷേ റഹ്മത്തം മിർ റബ്ബിക, നിന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള കാരുണ്യത്താൽ നീ ഇത് പറയുന്നു എന്ന് പറഞ്ഞാൽ രക്ഷിതാവ് നിനക്ക് ഇതൊക്കെ വഹി നൽകി, ആ കാരുണ്യം, അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് കിട്ടിയ വഹി അടിസ്ഥാനത്തിലാണ് നീ ഇത് പറയുന്നത്. മൂസാ നബിനെ വിളിച്ചപ്പോൾ നീ അവിടെ ഇല്ല. ആ പടിഞ്ഞാറേ ഭാഗത്ത് വെച്ച് മൂസാ നബിക്ക് വഹി കൊടുത്തപ്പോൾ, നുബുവത്ത് കൊടുത്തപ്പോൾ ഇല്ല. അവിടെയുള്ള മദിയൻ കാടിൽ നീ അവിടെ ഇല്ല. എന്തിനാണ് ഞാൻ ഈ റഹ്മത്ത് നിനക്ക് നൽകിയത്? ലിതുന്ദിറ ഖൗമൻ, ഒരു സമൂഹത്തെ, ഒരു ജനവിഭാഗത്തെ നീ താക്കീര് നൽകാൻ വേണ്ടി. മാ അതാഹും മിൻ നദീരിൻ, അവർക്ക് ഒരു താക്കീതുകാരനും വന്നിട്ടില്ല. മിൻ ഖബലിക, നിന്റെ മുമ്പ് ഒരു താക്കീതുകാരും വരാത്ത ഈ ഒരു സമുദായത്തിന് താക്കീര് നൽകാൻ വേണ്ടിയാണ് ഈ റഹ്മത്തായ ഖുർആൻ നിനക്ക് ഇറക്കി തന്നത്. അത് ഞാൻ തന്നെ നിന്നിലേക്ക് കുന്നാ മുർസിലീൻ, ഞാൻ അയച്ചു തന്നതാണ് ഈ ഖുർആൻ. പിന്നെ ലഅല്ലഹും യതദക്കറൂൻ, അവർ ചിന്തിക്കാൻ വേണ്ടി താക്കീര് നൽകി അയച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ഈ ചരിത്ര സംഭവങ്ങളിൽ കൂടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവ്വത്തും നബി പ്രവാചകനാണെന്ന കാര്യം അല്ലാഹു തആല അവരെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് നബിമാരെ ഞാനാണ് അയച്ചുകൊണ്ടിരുന്നത്, നിന്നെയും ഞാനാണ് അയച്ചത്. വലൗലാ അൻ തുസീബഹും മുസീബത്തും ബിമാ ഖദ്ദമത് ഐദീഹിം ഫയഖൂലു റബ്ബനാ ലൗലാ അർസൽത ഇലൈനാ റസൂലൻ ഫനത്തബിഅ ആയാതിക വനകൂന മിനൽ മുഅ്മിനീൻ. വലൗലാ അൻ തുസീബഹും മുസീബത്തുൻ, അവർക്കൊരു വിപത്തും ഉണ്ടാവാതിരുന്നുവെങ്കിൽ, ബിമാ ഖദ്ദമത് ഐദീഹിം, അവരുടെ കൈകൾ മുൻകൂട്ടി ചെയ്തത് കാരണത്താൽ അവർക്ക് ഒരു മുസീബത്തും വരാതിരുന്നിട്ടില്ലെങ്കിൽ, ബിമാ ഖദ്ദമത് ഐദീഹിം, അവർ മുൻകൂട്ടി ചെയ്തത് കാരണത്താൽ, ഫയഖൂലു, എന്നിട്ട് അവർ പറയും, ഒരു മുസീബത്ത് എന്ന് പറഞ്ഞാൽ അവർ ചെയ്ത തെറ്റിൻ്റെ കാരണത്താൽ അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് മുസീബത്ത്, അദാബ് വന്നിട്ട് ഫയഖൂലു, അവർ പറയും, പടച്ചോനെ ഞങ്ങൾ തെറ്റ് ചെയ്തത് ഞങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണല്ലോ. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ലൗലാ അർസൽത ഇലൈനാ റസൂല, ഞങ്ങളിലേക്ക് എന്തേ നീ ഒരു റസൂലിനെ നിയോഗിക്കാതിരുന്നത്? ഒരു റസൂലിനെ നിയോഗിച്ചാൽ ഞങ്ങളത് കേട്ട് നന്നാവുമല്ലോ എന്ന് പറയുന്ന ഒരവസ്ഥ ഇല്ലാതിരിക്കാനാണ് നബിമാരയച്ചത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ലി അല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജത്തുൻ, പ്രവാചകന്മാരെ അയക്കാനുള്ള കാരണം ലി അല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജത്തുൻ, ആളുകൾക്ക് അള്ളാഹുവിനെതിരിൽ ഒരു തെളിവില്ലാതിരിക്കാൻ. ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ എനിക്കെന്തേ ഒന്ന് പറഞ്ഞൂടെയെന്നോ? ഞാൻ എന്നോട് പറഞ്ഞില്ലേ, പറഞ്ഞിട്ട് കേൾക്കാത്തതല്ലേ എന്ന് പറയുമ്പോൾ നമുക്കാ ന്യായം, തെറ്റ് ചെയ്തവന് ന്യായമില്ല. പക്ഷേ തെറ്റ് ചെയ്തവന് ന്യായം ഉണ്ടാവും എപ്പോഴും നമ്മളവനെ ബോധ്യപ്പെടുത്തിയിട്ടില്ലെങ്കിൽ. അവിടെയാണ് ട്രാഫിക് നിയമം ലംഘിച്ചു, ഇവിടെ ഹോണടിക്കാൻ പാടില്ല എന്നോ അല്ലെ ഇവിടെ യൂ ടേൺ പാടില്ല എന്ന് അവിടെ എഴുതി വെച്ചിട്ട് നമ്മൾ യൂ ടേൺ അടിച്ചാൽ നമ്മൾ കുറ്റക്കാരനാണ്. അത് എഴുതി വെക്കാതിരുന്നാൽ നമുക്കറിയില്ലോ. ഇതുപോലെ പടച്ചോൻ നബിമാരെ അയച്ചു, എന്നിട്ട് അവർക്കൊക്കെ പറഞ്ഞു കൊടുത്തു. ഇനി അവർ തെറ്റ് ചെയ്താൽ അവർ കുറ്റക്കാർ, അള്ളാഹുവിനെതിരിലൊരു തെളിവ് അവർക്ക് നിരത്തേണ്ടി വരും, നിരത്താൻ കഴിയില്ല. അതാണ് വലൗലാ അൻ തുസീബഹും മുസീബത്തുൻ, അവരെ ഒരു മുസീബത്ത്, ഒരു ശിക്ഷ. ഖൂലു റബ്ബനാ ലൗലാ അർസൽത ഇലൈനാ റസൂല, ലൗലാ അർസൽത, നീ എന്തുകൊണ്ട് അയച്ചില്ല, ഇലൈന, ഞങ്ങളുടെ അടുക്കലേക്ക്, റസൂലൻ, ഒരു ദൂതനെ, ഫനത്തബിയ ആയാത്തിക്ക, അങ്ങനെ നിന്റെ ആയത്തുകളെ ഞങ്ങൾ പിമ്പറ്റുമായിരുന്നല്ലോ, വനകൂന മിനൽ മുഅ്മിനീൻ, ഞങ്ങൾ വിശ്വാസികളാകുമായിരുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ഒരവസ്ഥ അവർക്ക് മുസീബത്ത് വരുമ്പോൾ അങ്ങനെ ഒരു പറയുന്ന ഒരവസ്ഥ ഇല്ലാതിരിക്കാനാണ് പ്രവാചകന്മാരായ നിന്നെ പ്രവാചകനായിട്ട് അയച്ചത്. ഫലമ്മാ ജാഅഹുമുൽ ഹഖ്, അങ്ങനെ അവർക്ക് ഹക്ക് വന്നപ്പോൾ, സത്യം വന്നപ്പോൾ, മിൻ ഇന്ദിന, നമ്മുടെ അടുക്കൽ നിന്നുള്ള സത്യം വന്നപ്പോൾ, ഖാലു, അവർ പറഞ്ഞു. അപ്പോൾ മുഹമ്മദ് നബി
അങ്ങനെ അയച്ചത് നിങ്ങൾക്ക് അങ്ങനെ ഒരു തെളിവ് അള്ളാഹ്ക്കെതിരെ തരാതിരിക്കാനാണ്. അങ്ങനെ ആ അയച്ച മുഹമ്മദ് നബിയാകുന്ന ഹക്ക് സത്യം, അല്ലെങ്കിൽ ഖുർആനാകുന്ന ഹക്ക്, രണ്ടുമാവാം ഹക്ക്. അവർക്ക് വന്നത് മുഹമ്മദ് നബി ഖുർആനും കൊണ്ട് വന്നു, അല്ലെങ്കിൽ മുഹമ്മദ് നബിയിൽ കൂടി ഖുർആൻ അവർക്ക് വന്നു. എന്നിട്ട് കാലു അവർ പറഞ്ഞു, എന്താ പറഞ്ഞത്? ലൗലാ ഊത്തിയ മിസ്ലമാ ഊത്തിയ മൂസ. ലൗലാ ഊത്തിയ, എന്തുകൊണ്ട് നൽകപ്പെട്ടില്ല? മിസ്ലമാ ഊത്തിയ മൂസ, മൂസാ നബിക്ക് ഇറക്കപ്പെട്ട പോലെ എന്തുകൊണ്ടേ ഇറക്കപ്പെടാതിരുന്നത് എന്ന് ഓല് ചോദിച്ച്. മൂസാ നബിക്ക് തൗറാത്ത് ഇറക്കപ്പെട്ടത് എങ്ങനെ? ഒന്നിച്ച് തൂരിസിനാ പർവ്വതത്തിൽ വെച്ച് അള്ളാഹ് കൊടുത്തതാണ്. തൗറാത്തിൻ്റെ നിയമഫലകങ്ങൾ അത് എത്രത്തോളം ദൈർഘ്യമുണ്ടായിരുന്നു, ആ ഫലകത്തിൻ്റെ വലിപ്പം എത്രയായിരുന്നു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായിരുന്നാലും ഒരുപക്ഷെ അന്നത്തെ ലിപിയും അന്നത്തെ തൗറാത്തിൻ്റെ വാക്യങ്ങളും കുറച്ച് ഉണ്ടായാൽ തന്നെ അത് മുഴുവനും ഉൾക്കൊള്ളാവുന്ന അത്രയും വലിയ ഭാഷകളായിരിക്കാം, വിശാലമായ സന്ദേശങ്ങളായിരിക്കാം. പക്ഷെ മൂസാ നബിക്ക് ഒറ്റവട്ടാ കൊടുത്തത് തൗറാത്ത്. മുഹമ്മദ് നബിക്ക് 23 കൊല്ലം കൊണ്ട് അല്പാൽപമായിട്ടാണ് കൊടുത്തത്. അപ്പോൾ പിന്നെ വൽക്കൊരു എന്തെങ്കിലും ഒന്ന് പറയണ്ടേ മുഹമ്മദ് നബിയെ പറ്റി? അപ്പോൾ ഓല് പറഞ്ഞ അതാണ്. എന്താണ്? ലൗലാ ഊത്തിയ മിസ്ലമാ ഊത്തിയ മൂസ. മൂസാ നബിക്ക് നൽകപ്പെട്ടതുപോലെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് നൽകിയില്ല? അതായത് ലൗലാ ഉൻസില അലൈഹിൽ ഖുർആൻ ജുംലത്തും വാഹിദ എന്ന് നേരത്തെ വന്നിട്ടുണ്ട്. ഖുർആൻ എന്താ മുഹമ്മദ് നബിക്ക് ഒരു ജുംലയായിട്ട്, ഒരു കൂട്ടമായിട്ട് ഒന്നിച്ച് നൽകാതിരുന്നത്? ഖുർആൻ മുഫറക്ക്, മെല്ലെ മെല്ലെ ഗഡുക്കളായിട്ടാണ് നൽകിയത്. എന്താ അങ്ങനെ നൽകിയത് എന്ന് വെറുതെ ഒരു ആരോപണം പറയാണ്. അവലം യക്ഫുറു ബിമാവുത്ത്, അള്ളാഹു അവരോട് ചോദിക്കാണ്, മൂസാ നബിക്ക് ഒന്നിച്ച് തന്ന മാതിരി മുഹമ്മദ് നബിക്ക് എന്തേ ഒന്നിച്ച് കിട്ടാതിരുന്നത്? അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കൂല. അപ്പോൾ അള്ളാഹു ചോദിച്ചു, മൂസാ നബിക്ക് ഒന്നിച്ച് കിട്ടിയപ്പോൾ നിങ്ങൾ വിശ്വസിച്ചിരുന്നോ? മൂസാ നബിക്ക് ഒന്നിച്ച് തൗറാത്ത് തന്നല്ലോ, എന്നിട്ട് നിങ്ങൾ വിശ്വസിച്ചോ? ഇവ മുഹമ്മദ് നബിയോട് പറയുന്നു മൂസാ നബിക്ക് ഒന്നിച്ച് കിട്ടാത്തത് കൊണ്ടാണ് വിശ്വസിക്കാത്തത്. നിങ്ങൾ പറഞ്ഞാൽ ഓലെ വാപ്പാർക്ക് തൗറാത്ത് കിട്ടിയപ്പോൾ വിശ്വസിച്ചിട്ടില്ല ഒന്നിച്ച്. എന്നിട്ട് ആ മക്കൾ പറയാണ് മൂസാ നബിക്ക് കിട്ടിയ പോലെ തൗറാത്ത് എന്താ കിട്ടാത്തത്? ഇതെന്തേ കുറച്ച് കുറച്ചായിട്ട് കിട്ടുന്നു? അതാണ് അവലം അള്ളാഹ് പറയാ, അവലം യക്ഫുറു, അവർ നിഷേധിച്ചിരുന്നില്ലയോ, അവർ കാഫിറായിരുന്നില്ലയോ, അവർ നിഷേധിച്ചിരുന്നില്ലയോ? ബിമാ ഊത്തിയ മൂസ, മൂസാ നബിക്ക് നൽകപ്പെട്ടത് കൊണ്ട് മിൻ ഖബലു, ഇതിൻ്റെ മുമ്പ് മൂസാ നബിക്ക് നൽകപ്പെട്ട ആ ഒരു ഒറ്റവട്ടം നൽകപ്പെട്ട തൗറാത്ത് അവർ നിഷേധിച്ചിട്ടില്ലേ? മുഹമ്മദ് നബിക്ക് ഇനി ഒന്നിച്ചാണ്ട് ഇറങ്ങിയാൽ പോലും വിശ്വസിക്കുമോ? അപ്പം വെറുതെ അനാവശ്യമായ തർക്കങ്ങൾ പ്രവാചകന്മാരിൽ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കാതിരിക്കാൻ വേണ്ടി യഹൂദു നസാറാക്കൾ ഇല്ലാത്ത തർക്കങ്ങൾ കൊണ്ടുവരികയാണ് ഇവിടെ. അതാണ് ഖുർആൻ ഈ പറയുന്നത്. ഖാലു, എന്നിട്ട് എന്താ അവർ പറഞ്ഞത്? സിഹ്റാനി തല്ലാഹറ വഖാലു ഇന്നാ ബികുല്ലിൻ കാഫിറൂൻ. അവരെന്താ പറഞ്ഞത്? സിഹ്റാനി തല്ലാഹറ, 2 സിഹറുകൾ. തല്ലാഹറ, അത് രണ്ടും ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്തുണച്ചു. എന്താ സിഹർ? ഖുർആനും തൗറാത്തുമാണ്. ഓല് പറയുന്നത് ഖുർആനും തൗറാത്ത് സിഹ്റാനി, 2 സിഹറുകൾ. തല്ലാഹറ, അതായത് തൗറാത്ത് മൂസാ നബിക്ക്, ഖുർആൻ മുഹമ്മദ് നബിക്ക്. ഇത് രണ്ടും കൂടി തല്ലാഹറ അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തിപ്പെടുത്തുകയാണ്. തൗറാത്ത് ഉണ്ടായിരുന്ന കാലത്ത് തൗറാത്തിൽ വിശ്വസിച്ചില്ല. ഇവിടെ മുഹമ്മദ് നബിക്ക് ഖുർആൻ ഇറങ്ങിയപ്പോൾ വരെ വാപ്പാര് മുഹമ്മദ് നബിക്ക് ഖുർആൻ ഇറങ്ങിയപ്പോൾ മക്കൾ അതും വിശ്വസിച്ചില്ല. എന്നിട്ട് അവർ രണ്ടും ഇത് സിഹറാണ്, ഇൻഹദ ഇല്ലാ സിഹർ മുബീൻ, ഖുർആനെ പറ്റി ഇൻഹദ ഇല്ലാ സിഹർ മുബീൻ എന്ന് പറഞ്ഞു. മൂസാ നബി തൗറാത്തേറ്റ് വന്നപ്പോൾ അന്നും അവർ പറഞ്ഞിട്ടുണ്ട് ഇത് സിഹറാണെന്ന്. സിഹ്റാനി തല്ലാഹറ, 2 സിഹറുകൾ തമ്മിൽ പരസ്പരം സഹായിക്കുകയാണ്, അല്ലെങ്കിൽ പരസ്പരം പിന്തുണക്കുകയാണ്. ലാഹറ എന്ന് പറഞ്ഞാൽ സഹായിച്ചു എന്ന, താഴവനാന്ന്. 2 സിഹറുകൾ പരസ്പരം സഹായിക്കുകയാണ്. വഖാലു, എന്നിട്ട് അവർ പറഞ്ഞു ഇന്നാ ബികുല്ലിൻ കാഫിറൂൻ, ഞങ്ങൾ എല്ലാം നിഷേധിക്കുകയാണ്. അപ്പം അവരുടെ ന്യായങ്ങളെ അല്ലാഹു തആല അങ്ങനെയാണ് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാം നിശ്ചയിച്ചില്ല. തൗറാത്തുള്ള കാലത്ത് അതിനെ നിശ്ചയിച്ചു. മുഹമ്മദ് നബി ഖുർആൻ കൊണ്ട് വന്നപ്പോൾ ഒന്നിച്ച് വരില്ല എന്നും പറഞ്ഞ് അതിനെ നിഷേധിച്ചു. എന്നിട്ട് 2 സിഹറാണ് എന്നവർ പറഞ്ഞു. ഖുൽ, നിങ്ങൾ പറയുക, ഫഅ്തു ബികിതാബിൻ മിൻ ഇൻദില്ലാ, നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ആ ഒരു കിതാബ് കൊണ്ടുവരി.
ഹുവ അഹ്ദ മിൻഹുമ, ഇത് രണ്ടിനേക്കാളും അഹ്ദയായ ഹിദായത്ത് കിട്ടുന്ന ഒരു വേദഗ്രന്ഥം നിങ്ങൾ കൊണ്ടുവരി. അത്തബ്യഹു, എന്നാൽ ഞാനതിനെ പിൻപറ്റിക്കോളാം. ഇൻകുൻതും സാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ നിങ്ങൾ എന്നാ വേറൊരു കിതാബ് കൊണ്ടുവരി, എന്നിട്ട് ഞാൻ അതിൻ്റെ പിന്നാലെ കൂടാ. അതാണ് വേണ്ടത്. അപ്പം തൗറാത്തിനേക്കാളും ഇഞ്ചീലിനെ ഖുർആനിനേക്കാളും സത്യസന്ധമായിട്ടുള്ള വേറൊരു കിതാബ് കൊണ്ടുവന്നിട്ട് ഞാനതിനെ പിൻപറ്റാം, അങ്ങനെയാണെങ്കിൽ എന്ന് അവരോട് പറയുക. അതായത് ന്യായം പറഞ്ഞിട്ടും അവർ അന്യായത്തിൽ തർക്കം നടത്തിയപ്പോൾ അള്ളാഹു അവരെ ഒറ്റ ആയത്തും കൂടി ഉണ്ട്, അതിൻ്റെ പുറത്ത് ആ പേജാവും. ഫഇല്ലം യസ്തജീബൂ ലക, ഫഇല്ലം യസ്തജീബു, ഇസ്തജാബ എന്ന് പറഞ്ഞാൽ ഉത്തരം നൽകി. ഫഇല്ലം യസ്തജീബൂ ലക, അവർ നിനക്ക് ഉത്തരം നൽകിയിട്ടില്ലെങ്കിൽ, അതായത് നീ ചോദിച്ച ഈ ചോദ്യത്തിന് നിങ്ങൾ എന്നാ വേറൊരു കിതാബ് കൊണ്ടുവരി, തൗറാത്തും ഖുർആനും അല്ലാത്ത, അതിനവർ ഉത്തരം നൽകിയിട്ടില്ലെങ്കിൽ, ഫൈലം, നീ മനസ്സിലാക്കണം, അന്നമായത്തബിയൂന, തീർച്ചയായും അവർ പിൻപറ്റുന്നു, അഹ്വാ അഹും, അവരുടെ ഹവകളെ. അവ എന്നുള്ളത് ഒരു മലയാള പദത്തിൽ ഉപയോഗിക്കേണ്ട, അവരുടെ ദേഹേച്ഛകളെയാണ് അവർ പിൻപറ്റുന്നത്. വമൻ അളല്ലു, ഏറ്റവും ലലാലത്തിലായവൻ ആരാണ്, വഴിപഴിച്ചവനാരാണ്, മിമ്മനിത്തബഅ ഹവാഹു, ഹവയെ പിൻപറ്റിയവനേക്കാളും, സ്വന്തം ദേഹേച്ഛകളെ പിൻപറ്റിയവനേക്കാളും, അളല്ല്, ഏറ്റവും കൂടുതൽ, അക്ബറു ലലാലത്തൻ, ഏറ്റവും ലലാലത്തിലായവൻ ആരാണ്, മിമ്മനിത്തബഅ ഹവാഹു, ദേഹേച്ഛകളെ പിൻപറ്റിയവനേക്കാൾ, ബിഗൈരി ഹുദം മിനല്ലാഹ്, അള്ളാഹുവിങ്കൽ നിന്നുള്ള ഒരു ഹുദ, ഒരു ഹിദായത്ത് കിട്ടാതെ സ്വന്തം ദേഹേച്ഛകളെ പിൻപറ്റിയവനേക്കാളും പിഴച്ചവനാരാണ്, ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, ആ അക്രമികളായ ജനങ്ങളെ അല്ലാഹു തആല ഹിദായത്തിലാക്കുകയില്ല തീർച്ചയായും. അപ്പോൾ വിശ്വസിക്കാതിരിക്കാനുള്ള ന്യായങ്ങൾ അള്ളാഹു ഓരോന്നോരോന്ന് എടുത്തു പറഞ്ഞ് അവരെ ആക്ഷേപിക്കുകയും എന്നിട്ട് വിശ്വാസികളെ സമാധാനിപ്പിക്കുകയുമാണ് ഈ കാര്യങ്ങളിലൊക്കെ ഉള്ളത്. ഇതനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.